ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലാൽബാഗിലാണ് എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ. കാരണം എന്താണ്, ഇവിടെ നല്ല ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ടുള്ള ഫ്ലവർ ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് വന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫുട്പാത്തിലാണ് പാർക്ക് ചെയ്ത് ഈ കടയിലുള്ളത് ഈ ആൾ നമ്മളോട് 20 രൂപ വാങ്ങിയിട്ട് നമ്മൾ ആ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യാൻ വരെ അവർ പൈസ വാങ്ങിയിട്ടാണ് അവിടെ വെക്കുന്നത്. പക്ഷേ പോലീസ് ഫൈൻ ചെയ്താൽ അവർ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വേറെ എവിടെയും വെക്കാനുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ മഴയൊക്കെ കൂടി ആയിട്ട് ആകെ കൂടി ഒരു റഷാണ് അവിടെ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് കടന്നിട്ട് വേണം നമ്മൾ അവിടേക്ക്. ലാൽബാഗിൻ്റെ ഗേറ്റ് അവിടെ പച്ച കൂടെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഓടി ഇവിടുന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ലാൽബാഗിലേക്ക് വേണം. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടും ഓഗസ്റ്റ് 15 ആയതുകൊണ്ടും ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടും നല്ല രീതിയിൽ ആളെ കാണുന്നുണ്ട്. നമ്മളത് അങ്ങോട്ട് നടന്ന് പോയി നോക്കാം. ഉള്ളിലെത്തിയപ്പോൾ ആളുകൾ 2 ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ റേറ്റൊക്കെ കന്നഡയിൽ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അഡൽട്ടിന് 100 രൂപയും പിന്നെ കുട്ടികൾക്ക് 80 രൂപ എന്നുള്ള തോതിലാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് നേരം നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. പക്ഷേ കൂടുതൽ പേരും ടിക്കറ്റ് എടുക്കാണ്ട് തന്നെ സെയിം റൂട്ട് കൂടി തന്നെ അവർ തന്നെ തള്ളി വിടുന്നുണ്ട്. എന്തായാലും നമ്മൾ ഉള്ളിലെത്തിയിട്ട് നോക്കാം. അപ്പോൾ ഉള്ളിലെത്തിയതിന് ശേഷം ഫുൾ ആളുകളാണ്. കുറേ പേര് അങ്ങോട്ട് തലമുതലും ഒക്കെ പോകുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകണം എന്നുള്ള കൃത്യമായൊരു ഇൻഫർമേഷൻ ഒന്നും നമുക്കില്ല. എന്തായാലും നമ്മൾ ആളുകൾ പോകുന്ന വഴിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചൂസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, നമ്മൾ അതിലേക്ക് കയറി. കാരണം എന്താണ്, അവിടെ അറ്റത്ത് കുറേ പേര് കുറച്ച് ഹൈറ്റിൽ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ടെമ്പിളുണ്ട്. പിന്നെ മതിൽ കെട്ടിയിട്ട് കുറേ കച്ചവടക്കാരിതാ ഈ മതിലിന് ചുറ്റും ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഓർണമെൻറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് മുകളിൽ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഫ്ലാഗൊക്കെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. എന്താണെന്നാണ് ഈ ഹൈറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ സിറ്റിൻ്റെ ദൂരത്തുള്ള കുറേ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഇതൊന്ന് ചുറ്റി കാണാം. എന്തായാലും നമ്മളവിടുന്ന് താഴെ ഇറങ്ങിയത് അവിടെ നോക്കുമ്പോൾ വീണ്ടും അവിടെ കുറേ കൗണ്ടറുണ്ട്. അപ്പം ഇത് വേറൊരു ഗേറ്റ് ആയിരിക്കാം. എന്തായാലും അവിടുന്ന് കുറേ പേര് കയറി വരുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു വൈകിട്ട് ഒരു 6 മണി 5:45 5:30 ടൈമിലാണ് എത്തിയത്. 7 മണി വരെയാണ് ടൈം നമ്മൾ നോക്കിയപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അല്ലാത്ത ടൈമിൽ 5 മണി വരെക്ക് ഉള്ളൂ പാർക്ക്. ഇപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് റിപ്പബ്ലിക് ദിനം ഇൻഡിപെൻഡൻസ് ഡേ ആയി 2 ദിവസം മാത്രം 7 മണി വരെ പാർക്ക് ആളുകൾക്ക് പ്രവേശനാനുമതി ഉണ്ട്. അപ്പോൾ നമ്മളിത് അതിൽ കയറി ആളുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വരികയാണ്. നമ്മൾ ആ റൂട്ടിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കാം. നടന്ന് ഫുൾ ആളുകൾ തന്നെ, എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. 2 സൈഡിലും ചെറുതായ പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഗാർഡനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ കുറേ പേര് അത് പറിച്ചെടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയും ആളുകളെ നിയന്ത്രിക്കാൻ എന്തായാലും പറ്റില്ല. കുറേ പേര് ആ പൂക്കൾ പറിക്കുന്നതും ചെടി കൊണ്ടുപോകുന്നവരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിലേ നടന്ന് കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നോക്കി നിങ്ങളും പോവാം. അങ്ങനെ മുന്നോട്ട് നടന്ന് നമ്മളിതാ ഈ ഗ്ലാസ് ഹൗസിൻ്റെ സമീപത്തെത്തിയിട്ട് ഇതിനുള്ളിലാണ് നമ്മുടെ ഫ്ലവേഴ്സിനോട് അലങ്കരിച്ചിട്ടുള്ള പാർലമെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ നേരെ കയറിയത് ശരിക്കും എക്സിറ്റ് ആയിരുന്നു, നമ്മൾ അറിയാതെ കയറിയതാണ്. നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ റൗണ്ട് അടിച്ചിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. നമ്മൾ അങ്ങോട്ട് നടന്നെങ്കിൽ ഇത് അവിടെയൊക്കെ പൂക്കളുണ്ട്, ലവ് ചിഹ്നം ഒക്കെ വെച്ചിട്ട് എല്ലാവരും അതിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ബാരിക്കേഡ് ഇല്ലെങ്കിൽ അതെന്തായാലും ആളുകൾ പറിച്ച് അലമ്പാക്കും. അതുകൊണ്ട് തന്നെ അവർ ബാരിക്കേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഫയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പോൾ പോലീസിൻ്റെയും കാര്യങ്ങളും നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇവിടുത്തെ വലിയൊരു ക്യൂ ആണ്. ഇതാണ് ഈ ഇതിനുള്ളിലേക്ക് ഗ്ലാസ് ഹൗസിനുള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീളത്തിലാണുള്ളത്. എന്തായാലും ഞങ്ങൾ 2 കൽപ്പിച്ചിട്ട് ക്യൂവിൻ്റെ ബാക്കിൽ പോയി നിന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ലേറ്റ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉള്ളോട്ട് കടത്തി വിടുന്നുണ്ട് ആളിനെ. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാവരും തിരക്കുണ്ട്. അപ്പോൾ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. കാരണം അത്രയും റഷാണ്. നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് ഭൂപടം അവിടെ ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്ക് തന്നെയാണ്. ഈ സൈഡിലാണ്, ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പാർലമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പാർലമെൻറ്റ് മാത്രമല്ല, വേറെയും കുറേ ഇൻസ്റ്റാളേഷനൊക്കെ അവിടെ കാണാനിടയുണ്ടായി. സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം.
ഇവിടെ ഇത് ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് തോന്നുന്നു. ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട് സഹകരിച്ചുകൊണ്ട് അവരൊരു കോമ്പറ്റീഷനാണ് നടത്തിയത്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ കണ്ടു, ഒരു HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇതിലേതാണ് അവർ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇത് ഓരോന്നും ഓരോ ഓർഗനൈസേഷൻ ചെയ്ത് വെച്ച ഇൻസ്റ്റാലേഷനാണ്. അത് ഓരോ കാണാം. RBI ഉണ്ട്, HAL ആണ് എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഡാം, ഇത് ഏത് ഡാമാ? ഹിറാക്കുഡ് ഡാമാണിത്. അപ്പോൾ എല്ലാം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ ഫോട്ടോ എടുക്കുന്ന തിരക്ക് തന്നെ. എന്തായാലും നമ്മളിത് കണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇതൊക്കെ തന്നെയുള്ളൂ ഇതിനുള്ളിൽ. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും കുറേ പൂക്കളായിട്ട് അലങ്കരിച്ച് വെച്ചൊരു ഊട്ടിയിൽ പോയൊരു വൈബുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു മഞ്ഞിൻ്റെ ഒരു ഫീലുണ്ട്. അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത തണുപ്പും ഈ ഒരു കാഴ്ചയൊക്കെ കൂടി ആകുമ്പോൾ ഒരു ഊട്ടി ഗാർഡനിൽ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ എവിടെയൊക്കെ എന്തൊക്കെ കാണണം എന്നുള്ളൊരു ഐഡിയ നമുക്കില്ല. ആദ്യം നമ്മൾ നോക്കി പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തും കണ്ട് പോവാം. എന്നാൽ നമ്മൾ ലേറ്റായി, 7 മണിയാവാനുള്ള ടൈം ആയതുകൊണ്ടും നമ്മൾ മുന്നോട്ട് ആളുകൾ പോകുന്ന സ്ഥലത്തേക്ക് കണ്ട് പോയതാണത്. അപ്പം ഇനിയും കുറേ കാര്യങ്ങൾ ഇത് കാണിക്കാനുണ്ടാവാം. അപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാകുമെങ്കിൽ നമ്മൾ അടുത്ത തവണ വന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ.